എനിക്ക് 2 മക്കളുണ്ട്. ഒന്ന് അപ്പു, ഒന്ന് ടുട്ടു. അപ്പു ആണെങ്കിൽ മൊബൈൽ മെക്കാനിസം പഠിക്കുവാണ്. അവൻ മൊബൈൽ ടെക്നീഷ്യൻ ആവാനാണ് ഇഷ്ടം. അതുകൊണ്ട് അവൻ മൊബൈൽ മാത്രമല്ല, ചില സമയത്ത് ലാപ്ടോപ്പും ഉണ്ട്. അപ്പോൾ ഇതാണ് അവൻ്റെ തൊഴിൽ. അവനതൊരു തൊഴിൽ കണ്ടെത്തിയിട്ടുണ്ട്. അവനതാണ് ഇപ്പോൾ പഠിക്കുന്നത്. അടുത്തവൻ എന്താ ചെയ്യുന്നതെന്ന് കാണണോ? നീ കണ്ടാൽ നിങ്ങൾ വിചാരിക്കും വാതിൽ പൊളിച്ചെടുക്കുവാണെന്ന്. മറ്റവൻ ചില സമയത്ത് ഒഴിവ് സമയങ്ങളിൽ അവനും കൂടാറുണ്ട് ഇവൻ്റെ ഒപ്പം. ഇവനാണ് കൂടുതലും. പക്ഷേ ഇതിങ്ങനെ പൊളിച്ച് വെച്ചിരിക്കുന്ന പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ വാതിലൊക്കെ കൊത്തിപ്പൊളിച്ചിടുവാണല്ലോ. അതൊന്നും അല്ല കേട്ടോ, കലാകാരന്മാരാണ്. തച്ചൻ്റെ ഫാമിലി പെട്ടതാണോ എന്നൊരു ഡൗട്ടുണ്ട്. കാരണം അതിമനോഹരമായിട്ടാണ് കൊത്തുപണികൾ ഈ വാതിലിൽ അവൻ ചെയ്യുന്നത്. ഇപ്പം കണ്ടോ, മറ്റവൻ വന്നിട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്ന കണ്ടോ? ഇതാണ് ഇവൻ. നല്ല ഒരു കാർപ്പൻറ്ററി വർക്കിനെക്കാട്ടിലും എന്താ പറയുക, കൊത്തുപണികളൊക്കെ ചെയ്യുന്ന ഈ ശില്പിയില്ലേ, ശില്പിയാകാനാണ് അവനിഷ്ടം. അവൻ ഏതെങ്കിലും ഫൈൻ ആർട്സ് കോളേജിലൊന്നും ചേർക്കണമെന്നുണ്ട്. പിന്നെതാ ഇവനും അത്യാവശ്യമൊക്കെ അറിയാം. അപ്പോൾ ഇവനെയും ഒന്ന് പഠിപ്പിക്കണമെന്നുണ്ട്. പക്ഷെ അവൻ ഓൾറെഡി തന്നെത്താനെ ആണ് മൊബൈൽ ടെക്നോളജിയൊക്കെ അവൻ പഠിച്ചിരിക്കുന്നത്. മൊബൈൽ ടെക്നീഷ്യൻ ആവാനുള്ള യോഗ്യതയൊക്കെ അവൻ നേടിക്കഴിഞ്ഞു. നോക്കണ്ട, അതിനെ തന്നെയാണോ പറയുന്നത്? അപ്പോൾ അങ്ങനെയാണ്. എൻ്റെ ഈ 2 മക്കളെയും ലോകത്തിന് പരിചയപ്പെടുത്തുവാണ്. ഇവരുടെ ജോബ് ഇതൊക്കെയാണ്. നിങ്ങളുടെയൊക്കെ വീടുകളിൽ എന്തെങ്കിലും വർക്ക് ഇതുപോലത്തെ ഉണ്ടെങ്കിൽ അറിയിച്ചാൽ മതി. നമ്മൾ കുറഞ്ഞ ചിലവിൽ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ശരി, അത്രയേ ഉള്ളേ.